അല്ലല്ല ശ്രീ വസന്ത്, ഇതിലൊക്കെ രാഷ്ട്രീയം എന്നൊരു ഘടകമില്ലേ? PM ശ്രീ വിഷയം ഈ പറയുന്ന രീതിയിൽ ഇത് സാഫ്രണ്ട് അജണ്ടയാണ്, കേരളത്തെ കാവൽക്കരിക്കലാണ് ലക്ഷ്യം, CPM BJP പാലമാണ്, ആ പാലത്തിന്റെ ലക്ഷ്യം, ആ പാലത്തിന്റെ ഉത്തമ രേഖാപരമായ ദൃഷ്ടാന്തം ദാ നിൽക്കുന്നു PM ശ്രീ ആ ദുരൂഹത ഒപ്പിടൽ എന്ന് പറഞ്ഞ് CPM BJP ഡീൽ ആരോപിച്ച് നിങ്ങൾ ഇലക്ഷനിലേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ വരുന്നു, അപ്പോൾ അതിന്റെ ഇമ്പാക്ട് പഠനം നടത്തണം, നിങ്ങൾ ഈ പറഞ്ഞ സമിതി ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ കേരളത്തിൽ മുഴുവൻ മദ്യം ഒഴുക്കാൻ LDF എന്തോ പണികൾ ചെയ്യുന്ന മദ്യവർദ്ധന ഒന്ന് ഉടായ്പാണേ പറഞ്ഞു ഇന്ന് നിങ്ങൾ പ്രചരണത്തിൽ പറയുന്നു, നിങ്ങൾ അതൊക്കെ തിരുത്തുമെന്ന് പറയുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേക്കും അക്കാര്യത്തിൽ സംശയം അവിടെ സമിതി ഉണ്ടാവുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിക്കുന്നു, അതിനുശേഷം അധികാരത്തിലേക്ക് വരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ വരുന്ന ഒരു പരാതിയിൽ തീരുമാനമെടുക്കാതെ അങ്ങനെ നിൽക്കുന്നു. നയമൊന്നും ഇല്ലേ ശ്രീ വസന്ത്? മൂന്ന് കാര്യത്തിനും ഒറ്റ മിനിറ്റ് ഉത്തരം പറയാം, അങ്ങ് ഇടപെടരുത്. ഒന്ന്, അങ്ങ് പറയുന്നത് ഈ പറയുന്ന PM ശ്രീയാണ്. PM ശ്രീയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിയായ കേരള ഗവൺമെന്റിന് ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് പിന്മാറാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരു ക്ലോസ് ഇവരൊപ്പിട്ട MOU ഉണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഈ സമയം നിശബ്ദനാവാം, എനിക്കിനി അവസരമേ വേണ്ട. ശ്രീ ഗോപൻ അത് വായിച്ചു കേൾപ്പിക്കട്ടെ. അങ്ങനെ ഒരു ക്ലോസേ ഇല്ല. കേരള ഗവൺമെന്റിന് ഇൻഡിവിജ്വലി, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ അനുവാദമില്ലാതെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പൊ അങ്ങ് ചോദിക്കുന്നത് എന്തിനാണ് സമിതി എന്ന് ചോദിച്ചാൽ, ഇവർ ഈ പറയുന്ന കെപ്റ്റിൻ അബയൻസ് എന്നൊരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിൽ എടുത്തു ഉപയോഗിക്കുന്നു. ഒന്നുമില്ല. ഇവിടെ UDF സർക്കാർ രാഷ്ട്രീയമായി പറയുകയാണ്, ഞങ്ങൾ ഈ പദ്ധതി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ നിയമവിരുദ്ധ ഫണ്ട് തടഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ പോയി വാങ്ങാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയാൻ എന്താ പ്രശ്നം? അതിലൊരു MOU പ്രശ്നമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ നിന്ന് കേരളത്തെ ഇറങ്ങി പുറത്തേക്ക് എന്നാലും പറയോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ഞാൻ വായിക്കാം. അല്ല, അങ്ങൊന്ന് വെയിറ്റ് ചെയ്യൂ. ഈ പറയുന്ന അങ്ങനെ ഒരു വാദം ഞങ്ങൾ പറഞ്ഞു, ഒരു ലെറ്റർ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ലെറ്ററിന്റെ വായിക്കാം. ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ സെയിം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് MOU in abeyance. Accordingly, I directed to inform that the government of Kerala will await until the submission of the report before taking further course of action with the respect to implementation of MOU. ഏത് റിപ്പോർട്ടിനാ? അത് മന്ത്രിസഭ, അത് ഡോക്ടർ വാസുകിയുടെ അല്ലല്ല, നമുക്കത് ഗോവനോട് ചോദിക്കാം, CPയോട് ചോദിക്കാം. അങ്ങ് ഈ പറയുന്നതോ ഇന്ന് സഭയിൽ വായിച്ച MOUവോ N ശംസുദ്ദീൻ വായിച്ച കേന്ദ്രത്തിന് മാത്രമേ പിന്നോട്ട് പോകാൻ കഴിയൂ എന്നോ അതിലെ വ്യവസ്ഥയോ ഒന്നും രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ തടസ്സമല്ല ശ്രീ വസന്ത്. താങ്കൾക്ക് അറിയാവുന്നതല്ലേ അത്? ഞങ്ങൾ ഈ തീരുമാനത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, കേന്ദ്രമേ നിങ്ങൾ ചെയ്യാവുന്നതൊന്നും ചെയ്യും എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ത് ചെയ്യുമെന്നാണ് പേടി? ഒന്നും ചെയ്യാനില്ല വസന്ത്. അല്ല ശ്രീ ഹാഷ്മി, നമ്മളതിൽ 99 കോടി രൂപ ആ ബഞ്ച് ഓഫ് പോളിസികളുടെ ഭാഗമായി, അതായത് PM ശ്രീ എന്ന് പറയുന്ന ഒരു ബഞ്ച് ഓഫ് പോളിസിയാണ്, പല പദ്ധതികളുടെ ഒരു കൂട്ടമാണ്. അതിന്റെ ഭാഗമായി നമ്മൾ 99 കോടി രൂപ ഇതിനോടകം തന്നെ കൈപ്പറ്റി കഴിഞ്ഞു. അതിൽ നിന്ന് പിന്മാറുന്ന പക്ഷം നമ്മൾ ഇത് മടക്കി നൽകേണ്ടതായി വരും. അതെങ്ങനെയാണ് എന്നുള്ളത് പഠിക്കേണ്ടി വരും. ഇല്ല, അത് PMCയുടെ ഭാഗമായിട്ടല്ല. അല്ലല്ല, ആ 99 കോടി ഒന്നാമത്തെ കാര്യം PMCയുടെ ഭാഗമായിട്ടല്ല. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന രീതിയിൽ SSK ഫണ്ടിന്റെ ഭാഗമായി ഇപ്പോഴുള്ളതല്ല, നേരത്തെയുള്ള തടഞ്ഞു വെക്കപ്പെട്ട പണം തന്നതാണ്. നിയമപരമായി PM ശ്രീ MOUയിൽ നിന്ന് പിന്മാറിയിൽ ഈ പണം വാങ്ങണമെന്ന് തിരിച്ചതാ എന്ന് പറയാൻ അവകാശം കേന്ദ്രത്തിലില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയും ഞങ്ങളുടെ കൂടെ നികുതി പിരിച്ച് കൊണ്ടുപോയ പൈസയാ, ഇത് ഞങ്ങളുടെ അവകാശമാണ്, തരാൻ സൗകര്യം നമ്മൾ പറയും. എന്താ കുഴപ്പം? എന്ത് ചെയ്യും കേന്ദ്രം? ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തതാണെന്ന് വസന്ത്. ഒരിക്കലല്ല, ആ MOU പൂർണ്ണമായി വായിക്കുമ്പോൾ മനസ്സിലാവും അതിൽ SSK ഫണ്ട് എന്ന് വളരെ കൃത്യമായി അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബെഞ്ച് ഓഫ് പോളിസികൾ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. PM ശ്രീ എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തൊട്ട് ഈ SSK വരെയുള്ളതിന്റെ ഒരു ബെഞ്ച് ഓഫ് പോളിസികളുടെ ഇംപ്ലിമെന്റേഷൻ ആണ്. ഇല്ല, അങ്ങനൊന്നുമല്ല. MOU മൊത്തം വായിച്ച ആളാണ് ഞാനും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അങ്ങനൊന്നുമല്ല. ഈ പറയുന്ന SSKയുമായി അത് കൺവേർജൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ പൈസ അതല്ല. നമുക്ക് കിട്ടിയ പൈസ ഇപ്പോൾ ഇനി വരാനുള്ള SSK NEP ആകുമ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തെ അല്ല, നമുക്ക് നേരത്തെയുള്ള പൈസയാ. അത് തടഞ്ഞു വെക്കപ്പെട്ട പൈസയാ. അത് ഈ MOUയോ ഈ SSK ഒരു ബന്ധമില്ലാത്ത പൈസയാ. അങ്ങനെയാണ് ഒരു സംശയം ഞാൻ ഹാഷ്മിയോട് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാ പിണറായി വിജയനും കൂട്ടരും ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ആ SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഒപ്പിട്ടതെന്ന്? അങ്ങനെ അവരുടെ വാദം അംഗീകരിച്ചാൽ ആ ഒപ്പിട്ടതുകൊണ്ടാണല്ലോ SSK ഫണ്ട് കിട്ടിയത്. അത് കേന്ദ്രത്തിന്റെ ഫെഡറൽ വിരുദ്ധ തീരുമാനം അല്ലല്ല, കേന്ദ്രത്തിന്റെ നിയമവിരുദ്ധ ഫെഡറൽ വിരുദ്ധ നയമാണത്. നിങ്ങൾ ഇത് ഒപ്പിട്ടാൽ തരൂ, അങ്ങനെ ഒപ്പിട്ടാൽ തരൂ തമിഴ്നാടോട് പറഞ്ഞു. തമിഴ്നാട് എന്ത് ചെയ്തു? അത് തമിഴ്നാട് കോടതിയിലിട്ട് പോയി മേടിച്ചെടുത്തു. കോടതി പറഞ്ഞു ഇതോട് ഒരു ബന്ധം പൈസ കൊടുക്കാൻ പറഞ്ഞു. ഇതൊന്നും അറിയാത്തല്ലോ. അല്ലെന്നേ, അങ്ങനെ അല്ലല്ലോ ശ്രീ ഹാഷ്മി. ഇപ്പൊ നിലവിൽ അവരൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് രാജഭരണകാലത്ത് ഒപ്പിട്ടല്ലെന്ന് പറഞ്ഞ് മുല്ലപ്പെരിയാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ്. ഞങ്ങൾ വിഷയമല്ലാത്ത കാരണം എന്താണ് അറിയാവുന്ന ഞാൻ കൂടുതൽ പറയുന്നത്. ഞങ്ങളിലേക്ക് എത്താം.
പി കെ ഗോപാലിലേക്ക് അല്ല വരുന്നത് അത് പിന്നെന്തുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്നത്? സുപ്രീം കോടതിയിൽ നമ്മൾ കയറി അല്ല, അല്ല, നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് 10 കയറി second നടക്കാം, അവസാനിപ്പിക്കാൻ നമുക്ക് തരാം. പറയാം, ആ കാര്യത്തിൽ. നമുക്ക് സർക്കാർ- സുപ്രീം കോടതിയിൽ പറയാം ഈ പറയുന്ന അല്ലെന്നേ. PM ശ്രീയുമായി തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടുമായി ഇതിന് യാതൊരു ബന്ധമുള്ളതല്ല. ഈ കാണിക്കുന്ന ഫെഡറൽ വിരുദ്ധമാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഞങ്ങൾക്ക് ഈ പണം തരാൻ കോടതി ഉത്തരവാകണം എന്ന് കോടതിയോട് പറയാം. കോടതി അങ്ങനെ പറഞ്ഞു. ആരോട്? തമിഴ്നാടിനോട്. അല്ല ശ്രീ ഹാഷ്മി ആ കാര്യത്തിൽ 10 സെക്കൻഡേ അവസാനിപ്പിക്കുക, എന്നിട്ട് അടുത്ത ഗസ്റ്റിലേക്ക് അങ്ങ് പൊക്കോ. ഗവൺമെന്റിന്റെ നിലപാട് ഇതാണ്. ഞങ്ങൾ വളരെ കൃത്യമായി PM ശ്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് സംഘപരിവാർ വൽക്കരണമാണ്. അതിൽ ഫസ്റ്റ് NEP ആണ്. കരിക്കുലം തീരുമാനിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന അനാവശ്യ കൈകടത്തലാണ്. അത് അംഗീകരിക്കില്ല എന്ന് രാഷ്ട്രീയമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ട്, അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ BJP ഇതര മുഖ്യമന്ത്രിമാരെ ചേർത്തുകൊണ്ട് രാഷ്ട്രീയമായി മുമ്പോട്ട് പോകും. അല്ല, ആ രാഷ്ട്രീയ പ്രഖ്യാപനമൊക്കെ അന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. അതല്ലാതെ എന്താണ് RSSന്റെ കാവ്യ നടപ്പാക്കാനാണ് PM ശ്രീ എന്നാരെങ്കിലും അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നാരെങ്കിലും ഇവിടെ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ വിഷയം അതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.